നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകളും ട്രാൻസ്ജെൻഡർ സ്ത്രീകളും കാത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ തുക ലഭിക്കുമോ? കുടിശ്ശിക വിതരണം എപ്പോൾ നടക്കും? പുതിയ സർക്കാർ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ? ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ലഭ്യമായ വിവരങ്ങളും പദ്ധതിയുടെ പ്രധാന സവിശേഷതകളും അപേക്ഷ നടപടികളും അർഹതാ മാനദണ്ഡങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഓരോ മാസവും 1000 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. കേരളത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഈ തുക ചെറിയതാണെന്ന് തോന്നുമെങ്കിലും പലർക്കും മരുന്ന് വാങ്ങാനും വീട്ടു ചിലവുകൾ നടത്താനും അത്യാവശ്യ ആവശ്യങ്ങൾ നിറവേറ്റാനും അതുപോലെ സേവിങ്സ് ആയി എടുത്തു വെക്കാനും ഈ തുക വലിയ സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ തുക പോലും വൈകുമ്പോൾ ഗുണഭോക്താക്കൾക്ക് ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതോടെ പല ക്ഷേമ പദ്ധതികളുടെയും ഭാവിയെക്കുറിച്ച് ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. മുൻ സർക്കാർ മാർച്ച് 2026 വരെയുള്ള തുക വിതരണം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള മാസങ്ങളിലെ വിതരണം സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ കുടിശ്ശിക വിതരണം സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതുവരെ ആരും ഉറപ്പായ തീയതികൾ വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും പലതരത്തിലുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകൾക്ക് മാത്രം പ്രാധാന്യം നൽകണം. ഇപ്പോൾ ഈ പദ്ധതിക്ക് ആർക്കൊക്കെയാണ് അർഹത ഉണ്ടാവെന്ന് നോക്കാം. ഒന്നാമതായി, അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരി ആയിരിക്കണം. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. രണ്ടാമതായി, അപേക്ഷകന്റെ പ്രായം 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൂന്നാമതായി, തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കുമാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നാലാമതായി, കുടുംബത്തിന്റെ റേഷൻ കാർഡ് ഭാഗവും നിർണായകമായ കാര്യമാണ്. പിങ്ക് കാർഡ് അല്ലെങ്കിൽ മഞ്ഞ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നിരവധി ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം പറയാം. ഇതിനകം വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. കാരണം ഒരാൾക്ക് ഒരേ സമയം ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കില്ലെന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ സർക്കാർ ജീവനക്കാർക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ഇനി അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ്. ആധാർ ഇല്ലാത്ത അപേക്ഷ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതുപോലെ പ്രായം തെളിയിക്കുന്ന രേഖയും അത്യാവശ്യമായ കാര്യമാണ്. അതായത് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ TC അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. ഇതില്ലെങ്കിൽ അപേക്ഷ അപ്രൂവ് ആവില്ല. അതുപോലെ റേഷൻ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായ കാര്യമാണ്. കാരണം അർഹത നിർണ്ണയിക്കുന്നതിൽ റേഷൻ കാർഡ് ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതുകൂടാതെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി കാണുന്ന രീതിയിലായിരിക്കണം പകർപ്പ് നൽകേണ്ടത്. കൂടാതെ മറ്റേതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കില്ലെന്ന് വ്യക്തമായ സ്വയം പ്രഖ്യാപന പത്രവും നിങ്ങൾ സമർപ്പിക്കണം. ഇനി അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിലവിൽ K-സ്മാർട്ട് പോർട്ടൽ വഴി അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. ആവശ്യമായ രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കി വെച്ചാൽ അപേക്ഷ സമർപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പലർക്കും ഓൺലൈൻ അപേക്ഷ നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്ററുകൾ വഴിയോ നിങ്ങൾക്ക് സുഗമമായി അപേക്ഷിക്കാൻ സാധിക്കും. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം പറയാം. അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റായ കാര്യമാണ്. അപേക്ഷ പരിശോധിക്കുകയും അർഹത ഉറപ്പാക്കുകയും ചെയ്ത ശേഷമാണ് ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇപ്പോഴും പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഉണ്ടോ എന്ന്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പദ്ധതിക്ക് നിലവിൽ പ്രത്യേക അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ അർഹതയ്ക്ക് ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ സർക്കാർ ഭാവിയിൽ പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷിക്കാൻ അർഹതയുള്ളവർ വൈകാതെ നടപടി സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സ്ത്രീകൾ ഒരേ ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. കുടിശ്ശിക തുക എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യമാണ്. ഇവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. സർക്കാർ ക്ഷേമ പദ്ധതികളുടെ തുക വിതരണം ചെയ്യുന്നത്
വിവിധ ഭരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ്. ബജറ്റ് വകയിരുത്തൽ, ധനവകുപ്പിന്റെ അനുമതി, അതുപോലെ ഗുണഭോക്താ പട്ടിക പരിശോധന, ബാങ്കിംഗ് നടപടി തുടങ്ങിയ നിരവധി ഘട്ടങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ പോസ്റ്റും വിശ്വസിച്ച് പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഔദ്യോഗിക ഉത്തരവുകളും സർക്കാർ അറിയിപ്പുകളും മാത്രമാണ് വിശ്വസനീയമായ വിവര സ്രോതസ്സുകൾ. നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപേക്ഷ നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞും ഇതുവരെ ഒരു വിവരം ലഭിച്ചില്ല, എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുന്നത് നല്ലതാണ്. അപേക്ഷയിൽ നൽകിയ മൊബൈൽ നമ്പർ സജീവമാണോ എന്ന് ഉറപ്പാക്കുക. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും ഉറപ്പാക്കണം. ചിലപ്പോൾ ചെറിയ വിവര പിശകുകൾ പോലും അപേക്ഷയുടെ പരിശോധന വൈകാൻ കാരണമാകാറുണ്ട്. പേരിന്റെ സ്പെല്ലിംഗിലുള്ള വ്യത്യാസം, ജനനത്തീയതിയിലെ പിഴവ്, ബാങ്ക് അക്കൗണ്ട് നമ്പറിലെ തെറ്റു തുടങ്ങിയവ പലപ്പോഴും അപേക്ഷയുടെ പ്രോസസ്സിംഗ് വൈകിപ്പിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ നിരവധി സ്ത്രീകൾ കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് മധ്യവയസ്കരായ നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയ്ക്ക് പുറത്താണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രതിമാസം ലഭിക്കുന്ന 1000 രൂപ വലിയ തുക അല്ലെങ്കിലും പല കുടുംബങ്ങൾക്കും അത് പ്രാധാന്യമുണ്ട്. മരുന്ന് വാങ്ങാനും മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ളതാണ്. ഇനി പലർക്കും സംശയമുള്ള മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. റേഷൻ കാർഡ് ഭാഗം മാറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നിലവിൽ പദ്ധതിയിലെ പ്രധാന അർഹതാ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് PHH പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ്. അതുപോലെ ഭാവിയിൽ റേഷൻ കാർഡ് ഭാഗത്തിൽ മാറ്റമുണ്ടായാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അർഹത പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴും പുതുക്കി സൂക്ഷിക്കേണ്ടതാണ്. ഇനി ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. അതായത് പലപ്പോഴും ഗുണഭോക്താക്കൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളാൽ അക്കൗണ്ട് നിർജീവമായിരിക്കാം, KYC പൂർത്തിയാക്കിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ആധാർ സീഡിംഗ് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ബാങ്ക് ശാഖയിൽ പോയി അക്കൗണ്ട് സജീവമാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്കൊരു പ്രധാന കാര്യം ചർച്ച ചെയ്യാം. നിരവധി ആളുകൾ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടായിട്ടും അപേക്ഷ സമർപ്പിക്കാത്ത അവസ്ഥയുണ്ട്. ചിലർക്ക് പദ്ധതിയെക്കുറിച്ച് ശരിയായ വിവരം ലഭിക്കുന്നില്ല. ചിലർക്ക് അപേക്ഷ നടപടികൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. മറ്റു ചിലർക്ക് അർഹതയുണ്ടെന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. ഇത്തരം ആളുകൾ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങളിലൂടെ വിവരം ശേഖരിക്കുകയും അർഹത ഉറപ്പാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇനി കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പറയാം. വീട്ടിൽ അർഹതയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരിപ്പിക്കുക. പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് ഇത്തരം പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായ വിവരം ലഭിക്കാറില്ല. ആയതിനാൽ ശരിയായ വിവരം പങ്കുവെക്കുന്നത് നല്ലതാണ്.